ഈ റോസിൻ്റെ ഒരു പൂ കണ്ട നിങ്ങൾ നട്ടുട്ടോ. ഞാൻ പിന്നെ പറഞ്ഞുതരാം അതിൻ്റെ കാരണങ്ങൾ. ഇതും വലിയൊരു റോസാണ് കേട്ടോ. ഇനി കാശിത്തുമ്പനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറി വിശേഷങ്ങളാണെങ്കിൽ പറഞ്ഞാൽ തീരാത്തത്ര പറയാണ്ട് കേട്ടോ. പിന്നെ ഈ ചേമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇതിൻ്റെ വളർച്ച എന്താണെന്നും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ ചേമ്പിനെ പറ്റി പറയാണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ ആദ്യം കരുതിയിരുന്നത് ഇതിൻ്റെ ഇതാവും തയ്യതാണ്. പിന്നെ ഒരു പിടുത്തില്ല. ഇപ്പോൾ മുകളിലത് അതിനൊരു പൂവുണ്ടാവും. ഇതൊരു പൂവാണ്. ഇനി ഇതെന്തെല്ലാം കാണണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ എങ്ങനെ ഇതിന്മേ തൈ ഉണ്ടാകുക എന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. പിന്നെ ഇതിന്മേൽ പുതിയ ഇലപ്പം ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ല വലുപ്പമുള്ള ഇലകൾ തന്നെയാണ് ഉണ്ടാകുന്നത്. പിന്നെ അടിയിലൊരു തൈ വേറെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇത് കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. നമുക്കിതിനൊന്ന് മണ്ണിന്ന് കോരി കളഞ്ഞിട്ട് ഒരു പുതിയ മണ്ണ് നിറക്കൊക്കെ വേണം, എന്നാലേ അതിന് ഉഷാറായിട്ടുണ്ടാവുള്ളൂ. ഇതിൻ്റെ ഇപ്പോഴുള്ള ഇല ഒന്നും കുഴപ്പമില്ലാത്ത കേടില്ലാത്ത ഇലയാണ് കേട്ടോ. നമ്മളൊന്ന് മരുന്നടിച്ച് കൊടുത്തിരുന്നു. ഈ ചേമ്പിനൊന്നും വലിയൊരു കേട് വരാത്ത ഒരു ചെടിയാണെങ്കിലും നമ്മളിത് പരിപാലിക്കുന്നിടത്തോളം അതിന് പല കേടുകളും ഉണ്ടാവും കേട്ടോ. ഈ ചെടി കണ്ടോ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 2 കളർ നമ്മളെത്തുന്നത് അതിൻ്റെ മുന്നിൽ ഇത് കാണിച്ചാണ്ട് ഇതിങ്ങനെ ഒന്നായിട്ട് കൊലകൊലമായിട്ട് ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇത് ഈ മുസാണ്ട ചെടീൻ്റെ കൂട്ടത്തിൽ തന്നെ നട്ടിട്ടുള്ളതാണ്. ഇതിൽ 2 ചെടിയാണ് ഈ ഒരു ചട്ടിയിൽ വളരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതിൽ കുഴിച്ചിട്ടല്ല, എങ്ങനെയായാലും വളർന്നുണ്ടായതാണ്. ഇതിങ്ങനെ അതിൻ്റെ കായകൾ വീണ് തൈകളൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറിച്ച് നട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ കൂടുമ്പോൾ വേറൊരു കളറാവും. ഇതതിൻ്റെ തൈയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ടൈലിൻ്റെ ഇടയിലാണിത് ഉണ്ടായിട്ടുള്ളത്. ഇത് നമുക്ക് പറിച്ച് നട്ടാൽ ചിലപ്പോൾ വേറൊരു കളറായി കിട്ടും. ഇനി പൂച്ചെടിയിലൊക്കെ നിറയെ കായകളാണ് കേട്ടോ. വേണ്ടില്ലേ, ഇങ്ങനെ നിറയെ കായകളുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റണതാണ് കേട്ടോ. ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ഇത് കഴിക്കുള്ളൂ. കുട്ടികൾക്കൊന്നും ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല. നല്ല നിറയെ കായകളുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ചെടി ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ ഒരു വെള്ളയുണ്ട് കേട്ടോ. ഇതിൽ വെള്ള കളറാണ്. ഇപ്പോൾ പൂവ് പൊഴിഞ്ഞ് തീരാനായതാണ്. ഇതിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഡിസൈൻ. അതായത് ആ ചെടീൻ്റെ പൂവല്ല കേട്ടത്, ഇത് വേറെ ഒരു ചെടിയാണ്. പിന്നെ അത് കണ്ടില്ലേ, കുറഞ്ഞൊരു വെള്ളയിലൊരു വയലറ്റ് കൂടിയൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. പിന്നെ അതിൻ്റെ വേറെ കളർ ചേഞ്ച് പ്യൂർ റെഡാണ് കേട്ടോ. റെഡ് കളറ്. ഇവിടെയൊക്കെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. മുകൾ ഭാഗത്തും നല്ല നിറയെ പൂക്കളുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് കണ്ടില്ലേ, ഈ പൂച്ചെടീൻ്റെ പൂവ് നല്ല റെഡ് കളറാണ് കേട്ടോ. ഇതിൻ്റെ ഈ പൂച്ചെടീൻ്റെ പിന്നെ പൂക്കൾ, ഇതിന് നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പൂക്കളുണ്ട്. ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ടൊന്ന് പുതിയൊരു ചട്ടിയിലേക്ക് ഇത് വേറെ ഒന്ന് പ്ലാന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ പിന്നെ കായകളൊന്നും ഉണ്ടാകുന്നിട്ടില്ല. അതങ്ങനെയാണ് പൊഴിഞ്ഞ് പോകലാണ് ഇതിൻ്റെ തണ്ടോട് കൂടി. അതിൻ്റെ മഞ്ഞ കളറാണ് കേട്ടോ. ഇതിൻ്റെ മഞ്ഞ കളറ് ഇങ്ങനെ പടർന്നുണ്ടാവണതാണ് കേട്ടത്. നിറയെ പൂക്കളുണ്ട്. ഇതിന് കായ പിടിക്കണില്ല. ഈ പൂക്കൾ മാത്രമേ ഉള്ളൂ. നമുക്ക് പൂക്കൾ മാത്രമേ, കായ ഇപ്പോൾ നമ്മളാരും കുട്ടികൾ കഴിക്കണില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കായൻ്റെ ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നിലത്ത് പടർന്നു കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇത് വലിയ ഉയരം വെക്കാതെ ഉണ്ടാകുന്ന ഒരു മഞ്ഞ പൂച്ചെടിയാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ പിന്നെ നിറയെ പൂക്കളാണ്. ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്.
ഭാഗത്തൊക്കെ നോക്കി ഇതുണ്ട്. ഇങ്ങനെ നമുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ കളറുള്ള ചെടി. പിന്നെ അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ ഒരു ചെടി, ഇത് അതുപോലെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം കേട്ടോ. അത് അത്രയും ചെറിയ പൂക്കളാണ് ഇതിനുള്ളത് കേട്ടോ. മുട്ടുകൾ, ധാരാളം മുട്ടുകൾ, നിറയെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് പൂക്കളൊക്കെ വല്ലതും വരുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ചെറിയ പൂക്കളാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു 10 മണിപ്പൂവിൻ്റെ അത്രയും പോലും ഇതിൻ്റെ പൂവിനില്ല. പിന്നെ ജമന്തി പൂക്കളാണ്. ജമന്തി പൂക്കൾ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്, മഞ്ഞ പൂക്കളാണ്. അത് ഒരുപാട് ഇതിങ്ങനെ പിന്നെ വിരിയാനും താമസം എടുക്കും. അതേമാതിരി തന്നെ ഇത് ഒരുപാട് ദിവസങ്ങൾ പിന്നെ നിൽക്കുന്ന ഒരു പൂവാണ് കേട്ടോ. അത് ഈ പൂവ് തീരുന്നതോടുകൂടി ഈ ചെടീൻ്റെ ഭംഗിയാണ്ട് ഇല്ലാതാവും. ചെടി തന്നെ ഒരു നശിച്ചു പോയാൽ പിന്നെ അങ്ങനെ നിന്ന് അടുത്ത വർഷം ആവോളം ഇതിങ്ങനെ വളർച്ച ഇല്ലാതെ നിൽക്കും. പിന്നെയും പൂവിടുന്ന ടൈമിലാണിത് ഒന്ന് ഉഷാറാവുന്നത് കേട്ടോ. പിന്നെ അതൊരു നീല പൂവാണ് കേട്ടോ. അത് പെട്ടെന്ന് ഇതിൻ്റെ ആയുസ് ഒരു മണിക്കൂറുകളുള്ളൂ കേട്ടോ. അതിപ്പോൾ കൊഴിഞ്ഞാടും, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞ് ചാടി പോകും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തെച്ചിയാണ് കേട്ടോ. തെച്ചിൻ്റെ കളറ് പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതൊരു മഞ്ഞയല്ല, ഒരു കാവി കളറാണ് കേട്ടത്. കാവി കളർ, ഇത് നിറയെ പൂക്കളുണ്ടാകും കേട്ടോ. സൈഡിലൊക്കെ നിറയെ പൂക്കളാണ് ഇതിന്. പിന്നെ ബിഗോണിയാണ് കേട്ടത്. ബിഗോണിയൻ്റെ പൂക്കൾ അതുപോലെ തന്നെ വേറൊരു കളറ് പൂവുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒരു കാണിച്ചു തന്നില്ലേ, അതിൻ്റെ ഒരു വേറൊരു ചെടിയാണിത്. ഇവിടെയൊക്കെ നല്ല കളറുണ്ട്, നല്ല കളറായിട്ടുള്ള ചെടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ബിഗോണിയ ഉണ്ട്. അതേപോലെ തന്നെ അഡീനിയം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അഡീനിയത്തിൻ്റെ പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് നമ്മളെ കോളാമ്പി ചെടിയില്ലേ, ഇതിൻ്റെ മുൻപ് നമ്മൾ കട്ട് ചെയ്യണത് കാണിച്ചു തന്നില്ലേ. അപ്പോൾ അത് ഇത്രയും തേർത്ത് ഇത്ര വലുപ്പമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു റോസിൻ്റെ ചെടി നമ്മളിപ്പോൾ അടുത്ത് നട്ടിട്ടുള്ളൂ, അത് പൂവൊന്നും ആയിട്ടില്ല. പിന്നെ ഒരു ലക്കി പാമ്പുമാണ് കേട്ടോ. ലക്കി പാമ്പ് നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. നമ്മളിത് ആദ്യം വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ, അല്ല വെള്ളത്തിലല്ല, പാക്കറ്റിൽ കവറിൽ ഇത് നട്ടിട്ട് പിന്നെ വേര് പിടിച്ചിട്ട് ഇതിലേക്ക് നട്ടതാണ് കേട്ടോ. പുതിയ നമ്മളുണ്ടാക്കിയ ചട്ടിയിൽ തന്നെയാണ് ഇത് നട്ടിട്ടുള്ളത്. ഈ ഒരു അടിനെ നമ്മളിതിൻ്റെ മുൻപ് മാറ്റിയേക്കണത് ഞാൻ കാണിച്ചിരുന്നല്ലോ, കണ്ടില്ല. ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടോ, നല്ലൊരു പാലിൻ്റെ ഒരു രൂപത്തിൽ ആണിത് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ വളർത്തിയെടുത്താൽ അതിന്മേൽ കായ ഉണ്ട് കേട്ടോ, 2 കായ കണ്ടില്ല. പിന്നെ അതേമാതിരി തന്നെ പൂക്കളും ഇത് കണ്ടില്ല, പൂക്കളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ തീർന്നതാണ് കേട്ടത്. ഇനി തെച്ചിമ്മ പൂ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ചുവപ്പ് കളറുള്ള നമ്മൾ ഈ പൂജക്കൊക്കെ എടുക്കണ ആ തെച്ചി പൂവാണ് കേട്ടത്. അത് അതിന്മേൽ പൂ ഉണ്ടാവണുള്ളൂ. ഇനിയിപ്പോൾ ധാരാളം പൂക്കളതിന്മേൽ മുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത്ര പെട്ടെന്നൊന്നാണ്ട് കൂടുന്നൊരു വിഭാഗത്തിലുള്ള തെച്ചിയല്ല. പിന്നെ ഇതിന്മേൽ മുട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുൻപ് ഞാൻ കാണിച്ചതാണ്. അതുപോലെ തന്നെ ഈ അടീനിയത്തിന് പിന്നെ പൂവുണ്ട്. അതുപോലെ തന്നെ ഇവ കായ, ഇതിൻ്റെ കായ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത്ര വലിയ കായകളാണുള്ളത്. 4 കായകളുണ്ട്, കായുണ്ട്. പിന്നെ അത് ചെമ്പരത്തി കേട്ടോ. ചെമ്പരത്തിമ മുട്ടുണ്ടാവുന്നുണ്ട്, ചെമ്പരത്തി. ഇതിനൊരു പുഴുക്കേട് ഇങ്ങനെ വരും. അപ്പോൾ എന്നും ഒരു 1.5 വട്ടം നമ്മൾ ഇതിന് മരുന്ന് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൂവിടില്ല കേട്ടോ. പിന്നെ ഇതൊരു തെച്ചിയാണ് കേട്ടോ. തെച്ചി ഇതിന്മേൽ ഇത് നമ്മൾ ചട്ടിയിൽ തന്നെയാണിത്. ഇത് നിലത്തും ഉണ്ട് കേട്ടോ. അത് നല്ല മുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒന്നായിട്ട് വിരിയുമ്പോഴാണ് ഈ തെച്ചിൻ്റെ ഒരു ഭംഗി വരുന്നത് കേട്ടോ. ഇത് കണ്ടില്ല, കടലാസ് ചെടി, ബോഗൺവില്ല, ഇതൊക്കെ നല്ല ഇതായിട്ടുണ്ട്. ആ മഴ ഒന്ന് കിട്ടിയപ്പോഴാണ് ഇതൊന്ന് ക്ഷീണം പിടിച്ചത്. കുറച്ച് പൂക്കളൊക്കെ മഴ കൊണ്ടാൽ പെട്ടെന്ന് അതിൻ്റെ പൂക്കൾ ചാടിപ്പോകും. ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ബോഗൺവില്ലൊക്കെ തീരെ മഴ പറ്റില്ല. മഴ വന്നാൽ ആ പൂക്കളൊക്കെ നശിച്ച് പോവുക ചെയ്യുക. ഇതൊക്കെ നിറയെ പൂക്കളാണ്. ഇത് കണ്ടോ, ഇതും ഇതിൻ്റെ ഒരു നീല കളർ ഞാൻ കാണിച്ചില്ല. ഇതൊക്കെ പെട്ടെന്നാണ് ചാടിപ്പോ, തീരെ നിൽക്കാത്തൊരു പൂവാണിത്. പെട്ടെന്ന് ചാടിപ്പോ, ഒരു 2 മണിക്കൂറൊക്കെ ഇത് വിരിഞ്ഞ് നിൽക്കുള്ളൂ. പിന്നെ അവിടെ 10 മണി ഉണ്ട് കേട്ടോ. 10 മണി ഉണ്ടല്ലോ. ഇതിൽ ഒരു മഞ്ഞയുണ്ട്, ഒരു പിന്നെ റോസും വേറെ റെഡ് കളർ ഷെയ്ഡായിട്ടുള്ളത് കൊണ്ട് കേട്ടോ. അവിടെ നല്ല ഭംഗി തന്നെയാണ് അത് കാണാൻ. പിന്നെ ഇതൊരു തെച്ചിയാണ് കേട്ടോ. ഇതിൻ്റെ ഇല ഇങ്ങനെ തന്നെയാണ് വരുന്നത്.
കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വെള്ള പൂവുണ്ടാവും കേട്ടോ. ഇത് ബോഗൺവില്ല പുതിയതായിട്ട് വിരിയാണിത്. ഒരു കടന്നൽ നിങ്ങൾ കാണുന്നുണ്ടോയെന്നാവും. അത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഒരു കടന്നലുണ്ടായിരുന്നു, കുത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കടച്ചിലാവും കേട്ടോ. കുട്ടികളൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും, അത്രക്കും കടച്ചിലാവും. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഇത് 10 മണിയാണ് കേട്ടോ. ഇതിലൊരു 3 കളറുണ്ട്. ഇന്നിപ്പോൾ വിരിഞ്ഞെല്ലാം ഒറ്റ കളറേ വിരിഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മളൊരു ബോഗൺവില്ലൻ്റെ ഒരു ചട്ടിയിലാണിത് നട്ടിട്ടുള്ളത് കേട്ടോ. ബോഗൺവില്ല അത് വേറൊരു കളറാണ്. എൻ്റെ അടുത്ത് ഒരു 10-12 കളറുകളുണ്ട് കേട്ടോ ഈ ബോഗൺവില്ല. നമ്മളത് പിന്നെ ഇപ്പോൾ എല്ലാം ഒരുമിച്ച് പൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കാണാനാവും. ഇത് കണ്ടില്ലേ, ഇതൊരു മഞ്ഞ കളറാണ് കേട്ടോ. ഇത് മഞ്ഞ കളറ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ കളറുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അതിലും കുറച്ച് പിന്നെ ലൈറ്റ് കളറാണ് ഈ വരുന്നത്. പിന്നെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടത്. നല്ല കളറ്. ഇതിലൊരു പിന്നെ വയലറ്റ് കളറുള്ള ഷെയ്ഡ്, നടുവിലൊരു മഞ്ഞ കളറുണ്ട് കേട്ടോ. ഇത് വല്ലാതെ പൊങ്ങി വളരാത്തൊരു ഗ്രൗണ്ട് ഓർക്കിഡാണിത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ വെച്ചിട്ടൊരു 4 മാസത്തെ ആവണുള്ളൂ. അപ്പോൾ തന്നെ ഇതിന്മേൽ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ തൈ ആകുമ്പോൾ തന്നെ ഇതിന്മേൽ പൂവും വരും കേട്ടോ. ഇതൊരു നമ്മളൊരു പഴയ മോഡലാണിത്. ഇത് ഒരുപാട് വലുതായിട്ട് ഒക്കെയാണ്. ഇതിപ്പോൾ തൈകൾ കുറേ ഉണ്ടാവും, പക്ഷെ പൂവിടാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയൊക്കെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പൂവിടാൻ പിന്നെ ഒരു കുറച്ച് സമയം പിടിക്കുന്നുള്ളൂ. അത് അപ്പുറത്തുണ്ട് കേട്ടോ. ഇതിൻ്റെ മഞ്ഞ ഒക്കെ ഞാൻ കാണിച്ചാണ്. പിന്നെ ഇതൊരു റോസ് കളറാണ് കേട്ടത്, പിങ്ക് കളർ ആണിത്. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇതും തന്നെ പൂവിടാൻ കുറേ താമസം എടുക്കുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. പിന്നെ ആന്തൂര്യത്തിൻ്റെ പൂവ് ഇത് വിരിഞ്ഞ് വരണുള്ളൂ കേട്ടോ. ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റോസ് കളറാണിത്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായി വരണുള്ളൂ. അതുകൊണ്ടാണ് ആ പൂവ് അത്ര ഒരു ഇതില്ലാത്തത്. നമ്മൾ പിടിച്ചപ്പോൾ തന്നെ ഒരു പൂ ഇട്ടതാണിത്. അതുപോലെ തന്നെ ഈ മിനിയേച്ചർ ഇതും ഇപ്പോൾ പിടിച്ച് ഇങ്ങനെ വരണുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഒരു പൂവ് 1-2 ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ പെട്ടെന്ന് എല്ലാ പൂവായതുകൊണ്ടാണ് ചെറിയ പൂക്കളായത്. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ അടുത്ത് നട്ടിട്ടുള്ളൂ കേട്ടോ. അത് ഈ തൂക്കുചട്ടിയിൽ ഇത് നല്ല വളർച്ച ഉണ്ട്. അപ്പോൾ തന്നെ അതിനൊരു പിന്നെ കേട് വരുന്നുണ്ട്. ഈ ഒരു വെള്ള അതൊരു പുഴുവാണിത്. പുഴു ഇത് തിന്ന് പെട്ടെന്ന് നശിപ്പിക്കും. പിന്നെ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ വേരാണ് തൊട്ടത്. ചെറിയ വേരുകൾ ഇതുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ പിന്നെ കാണുന്നുണ്ടോയെന്നറിയില്ല. നമുക്കിവിടെ മുറിച്ചിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ചെടിയാക്കി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് തൂക്കിയാട്ടിയിൽ ഇത് വളരുന്നുണ്ടോ. നിലത്ത് നമ്മൾ നട്ടിട്ട് അത്ര ഒരു ഉഷാറായിട്ടില്ല. ഇതൊരു പൂവ് കേട്ടോ. ഈ പൂവ് നിങ്ങൾക്ക് എന്തിൻ്റെ പൂവാണെന്ന് പറയുമെന്ന് ഗസ് ചെയ്യണം കേട്ടോ. ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ കമൻ്റ് രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് പൂവാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരും. ഇത് നല്ല ഒരു ക്ലൂ തരാം കേട്ടോ. ഇതിൻ്റെ കായ ഭക്ഷിക്കാൻ പറ്റുന്നതാണ്, ഒരു പച്ചക്കറി ആണ്. ഇത്രയും ക്ലൂ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പിന്നെ അറിയെങ്കിലൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു മത്തനാണ് കേട്ടോ. ഈ മത്തന് പിന്നെ ഒരു മഞ്ഞ മത്തനാണ് ഇതിന്മേൽ ഉണ്ടാവുക കേട്ടോ. പയറ് പടർത്താൻ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കൊള്ളികളൊക്കെ നാട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഒരു തേക്കിൻ്റെ മരം വെട്ടിയപ്പോൾ അതിൻ്റെ ഉള്ള കൊള്ളികളാണ് നമ്മളിവിടെ നാട്ടി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ വഴുതനങ്ങ നട്ടിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ നേർന്ന് പോകുമ്പോൾ പയറങ്ങനെ പടർന്നു പോകും. അപ്പോൾ ഇതൊരു ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടവേളായിട്ട് പയർ വെച്ചിട്ടുണ്ട്. ഈ പയർ നമുക്ക് വലിയൊരു ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ സാധനം. ഒരു കമ്പ് കൊത്തിയാൽ അത് വേറൊരു പിന്നെ പച്ചക്കറിക്കോ അതൊരു ശല്യമില്ലാതെ അതങ്ങോട്ട് എങ്ങോട്ടും പടർന്നു പോകും കേട്ടോ. പിന്നെ അതിന് ഈ പയർ കൃഷി ചെയ്താൽ ഈ മണ്ണിന് പല പിന്നെ വേരോട്ടും ഫലപുഷ്ടിയൊക്കെ ഉണ്ടാകുന്ന പിന്നെ അതാണ് ഈ പയർ. പിന്നെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ മണ്ണൊക്കെ നല്ല ഉഷാറാവും കേട്ടോ. ഇതൊരു ക്യാപ്സിക്കത്തിൻ്റെ തൈയാണ് കേട്ടോ. ഇത് ക്യാപ്സിക്കം മുളകാണിത്. പിന്നെ ഇവിടെ വെണ്ടക്ക ഉണ്ട്. അപ്പുറത്ത് തന്നെ ഒരു ചിരങ്ങ നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് പച്ചക്കറികളുണ്ട് കേട്ടോ. അവിടെയൊക്കെ പിന്നെ ചീര ഉണ്ട്,
കുരുമുളകുണ്ട്, ഏലമുണ്ട്, ഒരുപാട് പച്ചക്കറി ഉണ്ട്. ഇത് കണ്ടില്ലേ, നമ്മളെ അപ്പുറത്തെ പറമ്പിൽ ഓട്ടയിൽ കൂടെ ഇങ്ങനെ ഒരു എലി വന്നിട്ട് ചെയ്തു വെച്ചാൽ ഞാൻ ഇന്നലെ കെണി വെച്ചിട്ട് കുടുങ്ങിപ്പോയി. അപ്പോൾ ചെറിയ എലിക്കുട്ടിയാണെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ അത് കെണിയിൽ കുടുങ്ങിയിട്ടില്ല, അത് കെണിയിൽ കുടുങ്ങാതെ പോയി. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ അത് ചെയ്തതാണ്. നമ്മൾ ആ ഒരു ഓട്ട അടക്കാൻ വേണ്ടി ചെയ്തതാണത്. അപ്പോൾ ആ ചട്ടി തന്നെ മാന്തി കരണ്ട് തിന്ന് ഇത് ഞാൻ ഇന്നലെ ഒരു കെണി വെച്ചിരുന്നു, അതിൽ കുടുങ്ങിയിട്ട് അത് പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയ എലി തുളയിൽ കൂടെ പോകാൻ പറ്റിയ എലിയാവും. നമ്മൾ പെരിച്ചായിയാണ്, വലിയതാണെന്ന് കരുതിയിട്ടാണ് നമ്മളതിന് വെച്ചത്. അപ്പോൾ അതിന് ഈ കെണി കുടുങ്ങൂലെന്ന് മനസ്സിലായി. നമ്മൾ വേറെ എന്തെങ്കിലും കെണികൾ അതിന് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ നാശാക്കും കേട്ടോ. നമുക്കത് അടച്ചതുകൊണ്ട് കാര്യമില്ല, നമ്മളപ്പുറത്തെ പറമ്പിലും സാധനങ്ങളൊക്കെ നാശാക്കൂലേ. അപ്പോൾ അടച്ചിട്ട് വലിയൊരു കാര്യമില്ല, അതിനെ പിടിക്കുക തന്നെ പറ്റുള്ളൂ. ഇത് കണ്ടില്ല, ഇവിടെ ഇത് പൊതീനയാണ് കേട്ടോ. പൊതീന നിറയെ ഉണ്ടായിട്ടുണ്ട്. പൊതീന നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ഇവിടെ കടന്ന് ഇതുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തെങ്കിൽ ഇതൊന്ന് ഉഷാറാവുള്ളൂ കേട്ടോ. പിന്നെ വെണ്ടക്കൊക്കെ പൂവിട്ട് തീർന്നു കേട്ടോ. വെണ്ടക്ക തീർന്ന് മണ്ണൊക്കെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് വെണ്ടക്ക എന്തെങ്കിലുമൊക്കെ നടണം എന്തെങ്കിലും. പിന്നെ നാൾ തക്കാളി പിന്നെ നട്ടില്ലല്ലോ, തക്കാളിയൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പപ്പായൻ്റെ തൈ വെച്ചിരുന്നു, അത് മുളക്കാനാണെങ്കിൽ അതിന് കുറച്ച് സമയം പിടിക്കും. പിന്നെ കയ്പ്പൊക്കെ മുളച്ചിരുന്നു, അതൊക്കെ നമ്മളിപ്പോൾ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. വേറെ ഇതാക്കിയിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞില്ല, നമ്മളെ ജർജീറാണ് കേട്ടത്. കപ്സിൻ്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു പച്ചില വർഗ്ഗമാണ്, ഇലവർഗ്ഗ പച്ചക്കറിയാണിത്. ഇതിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. നമ്മൾക്ക് ദഹന പ്രക്രിയക്കുമായത് നല്ലൊരു പിന്നെ പച്ചക്കറിയാണിത്. പിന്നെ ഇവിടെ തക്കാളിയാണ് ഇതിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ ഒരു 3 ഗ്രോ ബാഗിലാണ് ഈ ഇത് നട്ടിട്ടുള്ളത്. നമ്മൾക്ക് വിത്ത് വേറെ ഉണ്ട്, നമ്മളൊന്ന് പരീക്ഷണത്തിൽ ചെയ്തതാണ് കേട്ടോ. അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഇതിൽ നല്ല ഉഷാറായിട്ട് നല്ല ഇലകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കാശിത്തുമ്പയാണ് കേട്ടോ. കാശിത്തുമ്പ അതിന് നല്ല ഭംഗിയാണ്, പക്ഷെ നമ്മളിവിടെ അത് ശരിയാവണില്ല കേട്ടോ. ഇവിടെ ബോൾസ് ഉണ്ട്. ഇത് ബോൾസൊക്കെ നല്ല ഭംഗിയായിട്ട് വളരുന്നൊരു ചെടിയാണ് എല്ലായിടത്തും. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥൻ്റെ പ്രശ്നമാണ്, ഇത് അത്ര ഒരു ഉഷാറായിട്ടുണ്ടാവണില്ല. പൂക്കൾ 2 കളറ് പൂക്കളുണ്ട് കേട്ടോ. ഇതൊരു കടും വയലറ്റ്, ഇതൊരു പിങ്ക് കളറുമായിട്ടാണുള്ളത് കേട്ടോ. ഇത് കാണിക്കുമ്പോൾ രണ്ടും ഒരു കളറായിട്ടാണ് തോന്നുന്നത്, പക്ഷേ അതിന് ഡിഫറൻ്റ് ഉണ്ട്. ക്യാമറയിൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കാണാൻ നിൽക്കുമ്പോൾ തന്നെ ആണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറന്നു പോകില്ല കേട്ടോ. ഇത് കണ്ടില്ല, ഇതൊരു ഇലച്ചെടി ഉണ്ട്. ഇതിൻ്റെ ഇത് നല്ല പിരിഞ്ഞത് ഒരുപാട് വലുപ്പം ഉണ്ടാവും ഈ ഇല. പക്ഷേ നമ്മൾ പിന്നെ കമ്പ് നട്ട് പിടിച്ച് വരുന്നതുകൊണ്ടാണ് ഇത്ര പിന്നെ വലുപ്പമില്ലാത്തത്. പിന്നെ ഇവിടെ കണ്ടില്ല, ഇതൊരു ചേമ്പ് വർഗ്ഗത്തിൽ പെട്ടാണ് തോന്നുന്നത്. ഇത് നമ്മൾ ഇവിടെ അത് വെച്ചുകൊണ്ടാണ് ഇത് വലുതാത്തത്. നമ്മൾ ഇവിടുന്ന് മാറ്റി വെക്കണം എന്നൊരിതുണ്ട്, എന്നും മാറ്റി വെക്കണം എന്നൊരു, പിന്നെ അതാണ് മറന്നു പോകും. പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതിൽ ഓർമ്മ ഉണ്ടാവുക. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഇല ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മളിങ്ങനെ പെയിൻറ്റ് കൊടുത്തിട്ട് ബ്രഷ് ആയിട്ട് പെയിൻറ്റ് അടിച്ച മാതിരിയാണിത്. ഇത് പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല, ഒരു സൈഡിലേക്ക് മീനിൻ്റെ മുള്ളിൻ്റെ മാതിരിയാണ് കേട്ടോ ഇതിൻ്റെ വളർച്ച. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ല, അതിൻ്റെ ഒരു വേറെ ഒരു കളർ ചേഞ്ചാണിത്. ഇതൊരു പിന്നെ അഗ്ലോണിമ വർഗ്ഗത്തിൽ നിന്ന് അഗ്ലോണിമ അല്ല എന്നാണ് തോന്നുന്നത്. ഇത് ശരിക്കും കറക്റ്റായിട്ട് പേരറിയില്ല. ഇതൊരു വാഴച്ചേമ്പ് പോലുള്ള ഒരു ചെടിയാണ്. ഇത് കണ്ടില്ല, നമ്മൾ കൂവൻ്റെ ഒക്കെ മാതിരി ഇത് പറിച്ച പെട്ടെന്ന് വളരും കേട്ടോ. ഇതിൻ്റെ ഇടയിലൊരു ബട്ടർഫ്ലൈ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കണ്ടില്ല, ഇത് ഈ ഒരു ചെടീനെ പറ്റി ഒരു പിടുത്തമില്ല. ഇത് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടോ, ഒരുപാടായിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത് കണ്ടില്ല, ഇത് അഗ്ലോണിമയാണ് കേട്ടോ. അഗ്ലോണിമ നല്ല ഡിസൈനാണ്. അതിൻ്റെ ഈ ഇല കണ്ടില്ല, ഈ ഇലക്ക് നല്ലൊരു ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ ഈ ഇലക്ക്. ഇതുപോലെ തന്നെ ഇത് കണ്ടില്ല, ഇത് നമ്മൾ പിന്നെ അകത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കളറിങ്ങനെ മങ്ങി വന്നപ്പോഴാണ് നമ്മളിത് പുറത്തേക്ക് വെച്ചത്. അപ്പോൾ നല്ല കളറായിട്ടുണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഇല കണ്ടില്ല, ഇലക്ക് നല്ല കളറുണ്ട്. ഇതൊക്കെ ഒരു ഗ്ലൈസിങ് ഉള്ള ഇലയാണ് കേട്ടത്. പിന്നെ എല്ലാവർക്കും അറിയാം, എല്ലാ വീടുകളിലും ഉണ്ടാകുന്നത്. പെട്ടെന്ന് പിടിച്ചത് പടർന്ന് എല്ലായിടത്തും വ്യാപിക്കും ചെയ്യും കേട്ടോ. നിലത്തൊക്കെ നട്ടിട്ട് ഇലയിലും വെയിൽ കൊണ്ടാലും വലിയൊരു പ്രശ്നമില്ലാത്തൊരു ചെടിയാണ് ഈ അഗ്ലോണിമ.
ഇതൊക്കെ ഉണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെയൊക്കെ ഇലക്കെ ഒരു ഗ്ലൈസിങ് ഉള്ള ഇലയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പിന്നെ ഇലക്കൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ, കണ്ടില്ലേ. അതുപോലെ തന്നെ ഇതൊരു ഗ്ലൈസിങ് ഉള്ള ഇലയാണ്. ഇത് നമുക്ക് ചെടികളിലൊക്കെ ചട്ടിയിലൊക്കെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും. ഇതിൻ്റെ തണ്ടിനൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് നട്ട ചെടിയാണ് കേട്ടോ അത്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇനി വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് മാറ്റങ്ങൾ വരുത്തണം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ.